നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കും. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം ഇതിൻ്റെ വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസ് ലിവിങ് ദ ഗോൾ, അതിൽ നമ്മൾ സഹജമാർഗത്തിലെ ഒന്നാമത്തെ പ്രമാണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദിവസം എങ്ങനെ ആരംഭിക്കണം, ഇതാണ് ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ വിഷയം. അപ്പോൾ ജാഗ്രത അവസ്ഥയിലെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ്, നമ്മളെ ഇന്ദ്രിയങ്ങളിലേക്ക് മനസ്സ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ഉണരണം. ഇന്നർ അവേക്കനിങ്, ശരിയായിട്ടുള്ള നമ്മുടെ നേച്ചറിലേക്ക് ഉണർന്നുകൊണ്ട് വേണം നമ്മൾ ഇവിടെ ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ ക്രമേണ അത് നമ്മുടെ സെക്കൻഡ് നേച്ചറായിട്ട് മാറും. നമ്മൾ ഉള്ളിലേക്ക് ഉണർന്നിരിക്കുന്നു. പുറമേ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഉണർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. യാ നിശാ സർവഭൂതാന തസ്യാം ജാഗ്രത് സംയമി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അവിടേക്ക് ഉണർന്നിരിക്കുന്നു. അതാണ് ശരിക്കും ആ ബാലൻസ്ഡ് അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ പ്രവൃത്തികളും ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ജീവിച്ചുകൊണ്ട് നമ്മൾ മാതൃകയായി ജീവിക്കുന്നു. മറ്റുള്ളവരെ ഉപദേശിച്ച് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. എല്ലാവരും ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ബാലൻസ്ഡ് അവസ്ഥ. അപ്പോൾ ശരിക്കുള്ള സാധന എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ, അവിടെ എത്തിച്ചേരുക എന്നുള്ളത്. കാരണം അവിടെ എത്തിച്ചേരുക എന്നുള്ളത് വരുമ്പോഴത്തേക്കും നമ്മളവിടെ എല്ലാവരും തോന്നുന്നു ഓൾറെഡി നമ്മുടെ ആ നേച്ചറാണ്. അപ്പം അത് ആ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും.
ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് നിന്നൊക്കെ ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ല എന്ന് ഭഗവാൻ പറയുന്നത്. ജനക മഹാരാജാവിന്റെ ഉദാഹരണം പറഞ്ഞു. ജനക മഹാരാജാവ് രാജാവായിരുന്നു, പക്ഷേ ഒരു സന്യാസിയെ പോയി ഇവിടെ അട്രാക്റ്റഡ് അല്ല, ഇവിടെ അറ്റാച്ച്ഡ് അല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നു. ഇവിടെ എല്ലാ കർമ്മങ്ങളും പെർഫെക്ഷൻ ചെയ്യും. നമ്മൾ മാസ്റ്റേഴ്സിന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ ജീസസ് ക്രൈസ്റ്റ് കാർപ്പൻ്റർ ആയിരുന്നു. പ്രോഫറ്റ് മുഹമ്മദ്, അദ്ദേഹം അദ്ദേഹത്തിന് ട്രൈബിൽ ലീഡ് ചെയ്തിട്ട് ആ വ്യക്തിയുള്ള ദിശാബോധം നൽകിയ വ്യക്തിത്വമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തൊരു മാസ്റ്ററാണ്. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹം എത്ര റോൾസാണ് ചെയ്തത്. ഭഗവാൻ ശ്രീരാമൻ രാജാവായിരുന്നു, പക്ഷേ സന്യാസം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ മാസ്റ്റേഴ്സായ ബാബുജി മഹാരാജ്, ലാലാജി മഹാരാജൊക്കെ ഗവൺമെന്റിൽ വർക്ക് ചെയ്തു. ചാരജി മഹാരാജ് ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ദാജി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഓണറാണ്. കബീർ ദാസി കോർണറായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല റോൾസും അവർ പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോയ്ഫുൾ ആയിട്ട് അതാത് ഡ്യൂട്ടീസ് നിർവഹിക്കാം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഒന്നാമത്തെ പ്രമാണത്തിൽ നമ്മൾ ആസനസ്ഥരായിരിക്കുക എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ ഒരേ കഴിയുന്നതും ഒരേ പോസ്റ്റർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള പോസ്റ്റർ എന്താണ്? ആ അബ്സല്യൂട്ട് സെൻറ്റേർഡ് ആയിട്ടുള്ള ഉൾവലിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്, കംപ്ലീറ്റ് ആയിട്ട് ആ പൂർണ്ണതയിൽ കണക്ട് ചെയ്തൊരു സിംഗുലാരിറ്റി. അപ്പോൾ അത് ടോട്ടാലിറ്റിയാണ്. നമ്മൾ സിംഗുലാരിറ്റി ചെറുതാനല്ല, എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഡയമെൻഷൻലെസ് ടോട്ടാലിറ്റി ആയിട്ട് മാറും. അതാണ്. അപ്പോൾ നമ്മൾ അത്രയും നമ്മളെ തന്നെ വിഡ്രോ ചെയ്തിട്ട് അതായി തീരുന്നത്. അപ്പോഴാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങളാണ് നമ്മുടെ ലാബറട്ടറിയാണ് നമ്മുടെ മെഡിറ്റേഷൻ. ഇപ്പോൾ ഒന്നാമത്തെ പ്രമാണത്തിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധി നമ്മൾ ഉറപ്പുവരുത്തുക, മാനസികവും ശാരീരികവുമായ പരിശുദ്ധി പ്രത്യേകം പാലിക്കുക എന്ന് പറയും. എന്താണ് ഈ പരിശുദ്ധി എന്ന് പറയുന്നത്? ഇതേക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ശരീരം വൃത്തിയാക്കുക, നമുക്കറിയാം, കുളിക്കുക, നമ്മൾ മുഖത്ത് കോസ്മെറ്റിക്സ് ഇടുക, ഇതൊക്കെയാണ് നമ്മൾ ശുദ്ധി എന്ന് കേൾക്കുന്നത്. റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ശുദ്ധീകരണമുണ്ട്. ഇത്ര പ്രാവശ്യം മുങ്ങണം, അതുമാതിരി നിലം ഇത്ര പ്രാവശ്യം തുടയ്ക്കണം. അതെല്ലാം ഡീജനറേറ്റ് ചെയ്ത് വെറുതെ വെള്ളം തുളിച്ചാൽ മതി, കുളിക്കേണ്ട ആവശ്യമില്ല. രണ്ടിനും തുള്ളി കുളിച്ചാൽ ശുദ്ധമായി എന്നുള്ള രീതിയിലായി. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ നമ്മൾ എത്ര വിശദമായിട്ടാണ് സ്ക്രബൊക്കെ ചെയ്യുന്നത്. ബീറ്റാഡിനും പിന്നീട് വേണ്ടി വന്ന സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം പേഷ്യൻ്റ് ഇൻഫെക്ഷൻ വരും. അത് വെറും ചടങ്ങ് പോലെ 2 തുള്ളി കളിച്ച് ഓപ്പറേഷൻ തിയേറ്റർ കയറി എങ്ങനെയായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിൽ 2 തുള്ളി ഒഴിക്കുക. ഡോക്ടറുടെ മേത്ത് കുടിക്കുക, സിസ്റ്ററുടെ മേത്ത് എന്ത് സർജറി ചെയ്താൽ എന്താ ഉണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധിയുടെ ആ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾക്ക് ചെയ്യും. വൃത്തിയാവുക എന്നുള്ളത്. കാരണം നമ്മൾ എത്തേണ്ട അവസ്ഥ അത്രയും പ്യൂറാണ്. അവിടെ ഒരു തരത്തിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ശരിക്കും ശുദ്ധീകരിക്കുന്നത്? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, യഥാർത്ഥ ജ്ഞാനമാണ് പരിശുദ്ധിക്കുന്നത്. എല്ലാ അജ്ഞതയും ഭസ്മമാക്കി കളക്കുന്നത് ശരിക്കുള്ള ജ്ഞാനമാണ്. ആ പ്യൂറായിട്ടുള്ള നോളജാണ്. ആ പ്യൂറായിട്ടുള്ള നോളജാണ് പ്രാണാഹുതി നമുക്ക് തരുന്ന പ്രാണസ്യ പ്രാണം, അബ്സല്യൂട്ട് ടോട്ടൽ നോളജ്. നമ്മളെ പ്യൂരിഫൈ ചെയ്യേണ്ടത് ആ പ്രാണാഹുതി. അപ്പോൾ സാധനയിൽ സഹജമാർഗത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ, മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും പ്യൂറാണ്. അത്രയും പ്യൂറസ്റ്റ് പ്യൂർ ആയിട്ടുള്ള എസെൻസ്, നമ്മുടെ തന്നെ എസെൻസ്, എൻ്റെ തന്നെ എസെൻസ് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. നമ്മുടെ ഓരോ കോശങ്ങളും തയ്യാറാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ശാരീരികമായിട്ട് പരിശോധിക്കുക. അല്ലാതെ ഏതെങ്കിലും കുളത്തിൽ പോയി കുളിക്കുക, അല്ലെങ്കിൽ പുഴയിൽ കുളിക്കുക, പല പിൽഗ്രിമേജ് സെൻറ്റേഴ്സിൽ പോവുക, അങ്ങനെയൊന്നും കുളിച്ചാൽ പരിശുദ്ധി വരും. പാണ്ഡവന്മാരുടെ ഒരു കഥ കേട്ടു. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് തീർത്ഥാടനത്തിൽ പോകണം പാണ്ഡവന്മാർ. അപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാനെ വിളിച്ചു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, ഞാനൊരു കുമ്പളങ്ങ തരാം, ഇനി നിങ്ങൾ പോകുന്ന തീർത്ഥങ്ങളിലൊക്കെ ഈ കുമ്പളങ്ങ മുക്കിപ്പോകും. അപ്പോൾ ഈ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭഗവാൻ പറയും, ഇന്ന് രാത്രി നമുക്ക് ഈ കുമ്പളങ്ങ വെച്ച് കറി വെക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ കുമ്പളങ്ങ ഇങ്ങനെ കൊണ്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ല, ഇത്രയും തീർത്ഥസ്ഥാനങ്ങൾ കുളിച്ചത് കുമ്പളങ്ങയല്ല, അപ്പോൾ കേടുവരില്ലല്ലോ.
ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറമേയുള്ള വൃത്തി തീർച്ചയായിട്ടും പ്രധാനമാണ്, പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പരിശുദ്ധി. ഇപ്പൊ ശരീരം ശുദ്ധമല്ലെങ്കിൽ മനസ്സിന്റെ ശുദ്ധീകരണം ശ്രദ്ധിക്കാൻ പറ്റും. ഒരു അൺകെയറിങ് ആറ്റിറ്റ്യൂഡ് ശരിക്കും ക്ലെൻലിനെസ് ഇല്ലാത്ത ആൾക്കാർ കാണിക്കും. കുളിക്കാതെ പല്ലിയേക്കാതെ വെറുതെ പൗഡറിട്ട് സെന്റ് പൂശി പോവുക എന്ന് പറഞ്ഞാൽ കെയർലെസ്. ചെറിയൊരു ടൈം സ്പെൻഡ് ചെയ്യാം, നമ്മുടെ ബോഡിയോട് കെയർ ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സമയം. ഇത്രയും കെയർലെസ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും, എങ്ങനെ ഡിസിപ്ലിൻഡ് ആവും? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മുടെ നോക്കുക. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. ശരീരം വൃത്തിയാക്കുക, കാക്കം വെക്കുക, മുടി ഷേവ് ചെയ്യുക, ഇത് നമ്മൾ കെയറാണ്. നമ്മൾ നമ്മളോട് തന്നെ, നമ്മുടെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഫ്രണ്ടായിട്ട് ബോഡിയോട് കാണിക്കുന്ന സ്നേഹമാണ്. അത് നമ്മൾ മനസ്ഥിതിയെ റിവീൽ ചെയ്യും, മനോഭാവത്തെ റിവീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കൂടുതൽ എളുപ്പം സാധിക്കും. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിൻ്റെ ശുദ്ധീകരണം. മനസ്സ് ശുദ്ധമാണ്, മനസ്സിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം എന്ന് പറയും. അതിനാണ് സാധ്യമാകുന്നത് ശുദ്ധീകരണം എന്നുള്ള പ്രക്രിയ. ക്ലീനിങ് റെഗുലറായിട്ട് വൈകുന്നേരം ശുദ്ധീകരണം നടത്തുന്നു. രാവിലെ മെഡിറ്റേഷന് മുമ്പേ മെത്തേഡ് സ്പെഷ്യലായിട്ട് ശുദ്ധീകരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ താഴത്തേക്കുള്ള ടെൻഡൻസീസ് മനസ്സിന് ഈ അശുദ്ധിയിൽ ജീവിച്ച് പഠിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉയർന്ന മേഖലയിലേക്ക് മനസ്സിനെ ചൂണ്ടിക്കാണിക്കണം, ഉയർന്ന ആനന്ദം അനുഭവിക്കണം. അപ്പം അതിന് നമ്മൾ ആദ്യം നമ്മളുടെ വർക്കിംഗ് പ്ലേസ്, നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തന മണ്ഡലം വൃത്തിയാക്കും. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ യഥാർത്ഥ ജ്ഞാനമാക്കി മാറ്റുക. സബ് കോൺഷ്യസ്നെ, അതാണ് ട്രാൻസ്മിഷനിലൂടെ നടക്കുന്നത്. ജ്ഞാനം നമ്മുടെ ഉള്ളിലുള്ള ഈ അജ്ഞതയായ സംസ്കാരങ്ങളെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ സംസ്കാരങ്ങളിൽ അജ്ഞതയെ പൂർണ്ണമായിട്ട് ജ്ഞാനമാക്കി കൺവേർട്ട് ചെയ്യും. മാറ്റർ ഇസ് കൺവേർട്ടഡ് ടു എനർജി, എനർജി ഇസ് കൺവേർട്ടഡ് ടു അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് തന്നെ പൂർണ്ണ സ്നേഹമായി മാറും. അപ്പോൾ ശുദ്ധീകരണം കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് സ്നേഹമായി മാറുന്നത്. എന്നിട്ട് ആ ഒരു ഭാവത്തിലാണ് ധ്യാനത്തിൽ, ആ ഭാവത്തിലാണ് പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തിൽ മാതൃകയായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണതയിലേക്ക് ഉയരുക എന്നുള്ളതിനുപരി ഇവിടെ മാതൃകകളായി മാറുക എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള മാതൃകകളാണ് ലോകത്തെ നയിക്കുന്നത്. അങ്ങനെയുള്ള മാതൃകകൾ ഇല്ലായിരുന്നെങ്കിൽ ലോകം എവിടെ എത്തി? നമ്മളിപ്പോഴും ചൂണ്ടിക്കാണിക്കുക അങ്ങനെ മഹാത്മാക്കളുടെ പേരുകൾ. അവരാണ് ഈ ലോകത്തിന് ഫൗണ്ടേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളും അതുപോലെ ഉദാഹരണങ്ങളായിട്ട് മാറണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഈ ശുദ്ധീകരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.